ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ജിയോഗ്രഫിയിൽ ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭജനത്തെക്കുറിച്ച് ഫുള്ളായി പഠിച്ചു. പിന്നെ കുറച്ച് ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ ഹിമാലയത്തിലെ ക്ലൈമറ്റ്, അതുപോലെ മണ്ണിനങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ മണ്ണിനങ്ങൾ, കാലാവസ്ഥ, അതുപോലെ അവിടെയുള്ള വന്യജീവികൾ എന്നിവയെക്കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ ഉത്തര മഹാസമുദ്രം ആരംഭിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഗേബുൾ ലംചാവോ ചലിക്കുന്ന ദേശീയോദ്യാനമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ലോക്തക്കിലാണ്. ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ്. ലോക്തക്ക് എവിടെയാണെന്ന് വെച്ചാൽ മണിപ്പൂരിലാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഏതാണ് കൈബുൾ ലംചാവോ ദേശീയോദ്യാനം. അപ്പോൾ കൈബുൾ ലംചാവോ ദേശീയോദ്യാനം എവിടെയാണെന്ന് ചോദിക്കാം. അത് ലോക്തക്ക് എന്ന ശുദ്ധജല തടാകത്തിലാണ്. അത് മണിപ്പൂരുകളിലാണ് ഉള്ളത്. ഈ തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുത്തുന്ന തുരുത്തുകളാണ് പുംടി എന്ന് പറയുന്നത്. എന്താണ് പുംടി എന്ന് പറയുന്നത്? ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുംടികൾ ചേർന്നതാണ് കൈബുൾ ലംചാവോ ദേശീയോദ്യാനം. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള രാംസർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണിത്. അപ്പോൾ തണ്ണീർത്തട സംരക്ഷണത്തിനായിട്ടുള്ള പട്ടികയാണ് രാംസർ പട്ടിക. അതോർത്ത് വയ്ക്കണം. രണ്ടാമത്തത് കൈബുൾ ലംചാവോ എന്ന് പറയുന്നത് ചലിക്കുന്ന ദേശീയോദ്യാനമാണ്. അത് മണിപ്പൂരിലാണ് ഉള്ളത് എന്നും ഓർത്തു വയ്ക്കണം. ഇനി ഹിമാലയത്തിലെ കാലാവസ്ഥയാണ്. അപ്പോൾ നമുക്കെല്ലാം അറിയാം. നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ കിഴക്കൻ കുന്നുകളിലാണ് മേഘാലയ വരുന്നത്. ആ മേഘാലയത്തിലെ മൗസിൻഡാം, അതുപോലെ തന്നെ ചിറാപുഞ്ചി, ആ ഭാഗങ്ങളിൽ ഫുൾ മഴയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കറിയാം ആ ഭാഗത്തിലേക്ക് എന്ത് സംഭവിക്കുക? മിതോഷ്ണ മേഖലയായിരിക്കും ഉണ്ടാവുക. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും എന്തുണ്ടാവും? മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതേസമയം നമ്മൾ പർവ്വത ഭാഗങ്ങളിലേക്ക് ഉയരം കൂടുന്നതോറും എന്തുണ്ടാകും? കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. അതേസമയം ഏറ്റവും ടോപ്പായിട്ടുള്ള പർവ്വത ഭാഗങ്ങൾ, അതുപോലെ ലഡാക്ക് തുടങ്ങിയ മേഖലകളിൽ ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഈ ഹിന്ദൻ ഹിമാലയം എന്ന് പറയുന്നത് നമ്മുടെ വടക്കു നിന്നുള്ള ധ്രുവക്കാറ്റിനെ ഇന്ത്യയിലേക്ക് വരാതെ തടഞ്ഞു നിർത്തുന്നതും, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള മൺസൂൺ കാറ്റുകളെ നമ്മുടെ മധ്യ ഏഷ്യയിലേക്ക് കടത്തിവിടാതെ ഒരു കാലാവസ്ഥ വിഭജനമായിട്ട് തീർക്കുന്നത് നമ്മുടെ ഹിമാലയ പർവ്വതമാണ്. ആ ഹിമാലയ പർവ്വതത്തിൽ ഡിഫറെൻറ്റ് ക്ലൈമറ്റ് ആണ് പറഞ്ഞത്. താരതമ്യേന താഴ്ന്ന ചെരുവുകളിലും പർവ്വത ചെരുവുകളിലും അതുപോലെ സിവാലിക് മലയടിവാരങ്ങളും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. അതേസമയം ഉയരം കൂടുന്തോറും കുറഞ്ഞ താപനിലയും അതുപോലെ ശൈത്യ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത്. ഏറ്റവും ഉയർന്ന പർവ്വത ഭാഗങ്ങൾ, ലഡാക്ക് തുടങ്ങിയവയിൽ ധ്രുവസമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകൾ, വടക്ക് കിഴക്കൻ ഇന്ത്യ, ഇവിടെയെല്ലാം തെക്ക് പടിഞ്ഞാറ് മൺസൂൺ മഴ ലഭിക്കുന്നു. അതായത് നമ്മുടെ പർവ്വതമാണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴ്വാരകളിൽ നമ്മുടെ സാധാരണ മൺസൂൺ മഴയും അതുപോലെ എല്ലാം ലഭിക്കുന്നുണ്ട്. ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കമ്മിയാവുന്നു. ഇവിടെ മിതോഷ്ണ മേഖലയായിരിക്കും. ഇവിടെ ശൈത്യകാലം, ഏറ്റവും പീക്കിൽ ധ്രുവസമാനമായ കാലാവസ്ഥയുമാണ് ഈ ഹിമാലയ പർവ്വത നിരകളിൽ ലഭ്യമാവുന്നത്. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കും ഇടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതുകൊണ്ടാണ് ചിറാപുഞ്ചി, അതുപോലെ തന്നെ മൗസിൻഡാം എന്ന ഭാഗങ്ങളിൽ ഒരുപാട് മഴ ലഭിക്കുന്നത്. അതിനാൽ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇനി ഹിമാലയ നദികളാണ്. ഹിമാലയ നദികൾ നമുക്ക് പ്രത്യേകിച്ച് 3 നദികളാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഒന്ന് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇനി സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ പഠിക്കണം. ഏതൊക്കെയാണ് പോഷക നദികൾ? സിന്ധു നദിയുടെ ചലം നദിയുണ്ട്, ചിനാബുണ്ട്, രവിയുണ്ട്, സത്ലജ് ഉണ്ട്. അപ്പോൾ ഇത് നോക്കിയാൽ മതി. നമുക്ക് ഇത് നോക്കിയാൽ തന്നെ നമുക്ക് ഏതൊക്കെയാണ് നദികൾ, നമ്മുടെ പോഷക നദികൾ എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ ജിയോഗ്രഫി പഠിക്കുമ്പോൾ എപ്പോഴും മാപ്പ് കയ്യിൽ വെച്ച് വേണം പഠിക്കാൻ. ഇതെന്തിനാണ് മാപ്പ് കയ്യിൽ പഠിക്കുന്നത് വെച്ചാൽ നമുക്കത് നോക്കിയാൽ നമുക്ക് കാണുന്നത് പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ കഴിയും. അതേസമയം നമ്മൾ കേട്ടിട്ട് ഒരുപാട് പഠിക്കുക പറഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് പോസിബിൾ അല്ല. അപ്പോൾ ഈ സിന്ധു നദിയുടെ പോഷക നദികളാണ് ചലം നദി, ചെനാബ്, രവി, സത്ലജ് തുടങ്ങിയവ. സിന്ധു നദി ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? മാനസരോവര തടാകത്തിനടുത്തുള്ള ബോഗർചു ഹിമാനിയിൽ നിന്നുമാണ് ഈ സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇവിടെ ബോഗർചു ഹിമാനിയിൽ നിന്നുമാണ് ഈ സിന്ധു നദി ഉത്ഭവിപ്പിക്കുന്നത്. ഇത് എവിടത്തെയാണ്? ഇത് നോക്കിക്കോ, വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത് ഈ സിന്ധു നദിയും പോഷക നദികളുമാണ്. ഇത് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മാനസരോവര തടാകത്തിനടുത്തുള്ള ബോഗർചു ഹിമാനിയിൽ നിന്നുമാണ് ഈ സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇനി ഗംഗ.
ഗംഗ ഉത്ഭവിക്കുന്ന എവിടെ നിന്ന്? ഗംഗോത്ര ഹിമാനിയിലെ ഭൂമികളിൽ നിന്നുമാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ഗംഗാ നദിയും അതിന് പോഷക നദികളും ഉത്ഭവിക്കുന്നത്. ഇനി ഗംഗാ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന നദി, ഗംഗ, കാകര, ഗണ്ഡക്, കോസി, ഇതൊക്കെയാണ് ഇതിന്റെ ഗംഗയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. അപ്പൊ ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഗാഗര, ഗണ്ഡക്, കോസി, യമുന. ഇതവിടെ നിന്ന് ഉപയോഗിക്കുന്നത് ഗംഗോത്ര ഹിമാനിയിലെ ഗോമുഖിൽ നിന്നുമാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. അടുത്തത് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്ന എവിടെയാണ്? മാനസരോവര തടാകത്തിനടുത്തുള്ള ചമയുങ് ദുങ്. അവിടെ നിന്നാണ് ചമയുങ് ദുങ് ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. അതിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ദിബാങ്, ലോഹിത്, മാനസ് തുടങ്ങിയവയാണ് കിഴക്കൻ ഹിമാലയത്തിലെ ഈ ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ദിബാങ്, ലോഹിത്, മാനസ്. ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഗാഗര, ഗണ്ഡക്, കോസി, യമുന തുടങ്ങിയവയാണ് ഗംഗാ നദിയുടെ. അപ്പോൾ നമുക്ക് സിന്ധു നദി ഇവിടെ, ഗംഗാ നദി മിഡിൽ ഭാഗത്താണ്, ബ്രഹ്മപുത്ര പറയുന്നത് ഈ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഉള്ളത്. അത് നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. നദികളിൽ എല്ലായ്പ്പോഴും വെള്ളമുണ്ടാകും, അതും ഓർത്ത് വയ്ക്കുക. ഇതാണ് ഹിമാലയത്തിലെ നദികൾ എന്ന് പറയുന്നത്. ഇനി വെള്ളച്ചാട്ടം നമുക്കറിയാം. നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തിനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പുകർന്ന ചിലകൾ കൂടുതലായി ഇറോഷന് വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണം. നമ്മളിങ്ങനെ വെള്ളം വരുന്ന സമയത്ത് ഈ ചെറിയ ഉറപ്പുകർന്ന ശിലകളൊക്കെയാണ് അത് പൊട്ടുകയും അല്ലെങ്കിൽ അത് വീഴുകയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് കുത്തനെ ഉണ്ടാകുന്ന ചാട്ടമാണ്, വെള്ളത്തിന്റെ ചാട്ടമാണ് എന്തെന്ന് പറയുന്നത്? വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അതുപോലെ നദി വരുന്ന സമയത്ത് ഈ നടുക്കുള്ള ഭാഗം കുഴിയാകും, അതേസമയം ഈ അരികിലുള്ള ഭാഗം എന്ത് ചെയ്യും? വീതി വർദ്ധിക്കുകയും ചെയ്യും. ഈ ഒരു ഷേപ്പ് എന്തുണ്ടാവും? ഈ വി എന്നുള്ള ഷേപ്പ് ഉണ്ടാവും. ഇതാണ് വി രൂപ താഴ്വര എന്ന് പറയുന്നത്. നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം പറഞ്ഞാൽ ഇറോഷൻ അല്ലെങ്കിൽ മണ്ണ് പോകുന്ന അവസ്ഥ, അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടങ്ങളിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോടുകൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. ഇവ അക്ഷരമാലയിലെ വി അക്ഷരത്തോട് സാദൃശ്യമുള്ളതിനാൽ വി രൂപ താഴ്വര എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്തതാണ് ഹിമാലയത്തിലെ മണ്ണ്. ഹിമാലയൻ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണുമുണ്ട്, വനമണ്ണുമാണ് കാണപ്പെടുന്നത്. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിന്റെ ഘടനയിലും തരിവലിപ്പത്തിലും വ്യത്യാസമുണ്ടാകും. അപ്പോൾ നമുക്കറിയാം ഒരു മലയുണ്ടാകുന്ന വെച്ചാൽ ഈ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് ഒഴുകി പോകുന്ന എന്താ ഉണ്ടാവുക? ചെറിയ തരികൾ ഉണ്ടാകും. അതേസമയം മേലേക്ക് പോകുന്തോറും വലിയ തരികളായിരിക്കും ഉണ്ടാവുക. ഈ ചെറിയ തരികൾ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ എന്താണ്, ഇങ്ങനെ നമ്മൾ ഒരുപാട് ചെറിയ തരികൾ ഉണ്ടാകുന്നത് ഇവിടെയുള്ള നദികൾ കൊണ്ടുവന്നിട്ടുള്ള മണ്ണിന്റെ ഫലമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ജൈവാംശം ഉള്ളത് എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള മണ്ണായിരിക്കും ജൈവാംശം ഉണ്ടാവുക. അതുപോലെ തന്നെ തരി ചെറുതായിട്ടുള്ളവയായിരിക്കും താഴെ ഉണ്ടാവുക. അതേസമയം കുറച്ച് മുകളിലുണ്ടാവുന്നതാണ് അവയ്ക്ക് ജൈവാംശം കമ്മിയായിരിക്കും. അതുപോലെ തരികൾ കുറച്ച് കൂടിയ മണ്ണായിരിക്കും ഈ കുറച്ച് മുകൾ ഭാഗത്തുണ്ടാവുക. അപ്പൊ നമുക്ക് നോക്കാം. താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയും ജൈവാംശം കൂടുതലുമുള്ള മണ്ണാണ് കാണപ്പെടുന്നത്. ഉയർന്ന ചരിവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ സാധിക്കുക. താഴ്വരകളിൽ എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. കാശ്മീർ താഴ്വരകളിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. എന്താണ് ഈ അവസാദങ്ങൾ? കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളെ പറയുന്ന പേരാണ് കരേവാസ്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. ഇവ കുങ്കുമ കൃഷിക്ക് അനുയോജ്യമാണ്. അപ്പൊ കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കരേവാസാണ്. അത് അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് എന്ന് പറയുന്നത്. ഇവ നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ഇനി അടുത്താണ് കിഴക്കൻ ഹിമാലയത്തിനും വടക്ക് കിഴക്കൻ കുന്നുകളും ശരാശരി വാർഷിക മഴ എന്ന് പറയുന്നത് 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. അതേ ഞാൻ പറഞ്ഞത് ഈ വടക്ക് കിഴക്ക്, അതായത് ഈ മോസിൻഡം, ചിറാപുഞ്ചി, മേഘാലയ ഉൾപ്പെടുന്ന ആ ഭാഗങ്ങളിൽ എന്താ ഉണ്ടാവുക? ആ ഭാഗങ്ങളിൽ വന്നിട്ട് നന്നായി മഴ ലഭിക്കുന്നുണ്ട്. 200 സെന്റിമീറ്ററിന്റെ മേലെയുണ്ട്. അതുകൊണ്ട് തന്നെ നിത്യഹരിത വനങ്ങൾ ഈ ഭാഗത്ത് കാണപ്പെടും. അതേസമയം ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക? ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയും. അപ്പൊ ഈ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക അപ്പോൾ എന്തുണ്ടാവുക? അതിനനുസരിച്ചുള്ള സസ്യജാലികകൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാകും. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖല സസ്യജാലങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ ഈ ഹിമാലയത്തിൽ കാണപ്പെടും. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത നിരകളിലും അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയ വനങ്ങളും കാണപ്പെടുന്നു. ഓക്കെ,
താഴ്വരകളും ഉയരം കുറഞ്ഞ പർവ്വത നിരകളും അർദ്ധ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നു. അവിടെ നിത്യഹരിത വനങ്ങളെത്തി, ഇവിടെ അർദ്ധ നിത്യഹരിത വനങ്ങളെത്തി. പിന്നെ നമ്മൾ ആ ഉയരം കൂടുന്നവരും 1000 മുതൽ 2000 മീറ്റർ വരെ ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണപ്പെടും. ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണപ്പെടുന്ന 1000 മുതൽ 2000 മീറ്റർ വരെ ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണപ്പെടും. പിന്നെ പെയിൻ ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വത ചരിവുകളിൽ കൂടുതലായി വളരുന്നു. പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുക? നമ്മൾ ചെറിയ മരങ്ങളായിരിക്കും ഉണ്ടാവുക. കാരണം ഈ തണുപ്പിനെല്ലാം സഹിക്കാൻ വേണ്ടിയിട്ടുള്ള മരങ്ങളായിരിക്കും അതിനുണ്ടാവുക. അങ്ങനെയുള്ള മരങ്ങളാണ് ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവ. ഏതൊക്കെയാണ്? റോഡോഡെൻഡ്രോൺ, അതുപോലെ ജൂനിപ്പർ, അതുപോലെ ആൽപൈൻ പുൽമേടുകൾ. ഇവയെല്ലാം ഉയരം കൂടുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന സസ്യങ്ങളാണ്. ഇനി വന്യജീവി സമ്പത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ, സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പ്രദേശം വന്യജീവി സമ്പന്നമാണ്. യാക്കുണ്ട്, കസ്തൂരിമാനുണ്ട്, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമുണ്ട്, ഹിമപ്പുലി തുടങ്ങിയ നിരവധി ജീവിവർഗങ്ങളുടെ തനത് ആവാസ വ്യവസ്ഥ കേന്ദ്രമാണ് ഈ വന്യജീവി സമ്പത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വന്യജീവി സമ്പത്തുള്ളതുകൊണ്ട് തന്നെ ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, ജൈവമണ്ഡല റിസർവുകൾ തുടങ്ങിയ അവയെല്ലാം വന്യജീവി സംരക്ഷണത്തിന് ലക്ഷ്യമിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ പഠിക്കേണ്ട പ്രധാന ദേശീയോദ്യാനങ്ങളുണ്ട്. ഒന്നാമത്തത് പടിഞ്ഞാറ് ഹിമാലയത്തിലുള്ള ഡച്ചിഗാം, അതുള്ളത് ജമ്മു കാശ്മീരിലാണ്. പ്രധാന ദേശീയോദ്യാനങ്ങളാണ്. ഒന്ന് ഡച്ചിഗാം, അത് ജമ്മു കാശ്മീരിലാണുള്ളത്. കാഞ്ചൻജംഗ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. കാഞ്ചൻജംഗ എന്ന് പറയുന്നത് ലോകത്തിലെ 3ാമത്തെയും ഇന്ത്യയിലെ തർക്കരഹിത ഇന്ത്യയിലെ 1ാമത്തെയും ഇന്ത്യയിലെ 2ാമത്തെയും വലിയ പർവ്വതമാണ് കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. അവിടെയുള്ള ദേശീയോദ്യാനമാണ് കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. കാഞ്ചൻജംഗ സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡച്ചിഗാം ജമ്മു കാശ്മീർ, കാഞ്ചൻജംഗ സിക്കിമിലാണ്. കാഞ്ചൻജംഗ എന്ന് പറയുന്നത് കിഴക്കൻ ഹിമാലയത്തിൽ വരുന്നതാണ്. പടിഞ്ഞാറ് ഹിമാലയത്തിലാണ് ഡച്ചിഗാം എന്ന് വരുന്നത്. ഇനി പടിഞ്ഞാറ് ഹിമാലയത്തിന്റെ മാത്രം പറഞ്ഞു തരാം. ഹെമിസ് ലഡാക്കിലാണുള്ളത്. ഹെമിസ് എവിടെയുള്ളത്? ലഡാക്കിലാണുള്ളത്. പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡിലാണുള്ളത്. കോർബെറ്റ് ഉത്തരാഖണ്ഡിലാണുള്ളത്. രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണുള്ളത്. അപ്പോൾ ഉത്തരാഖണ്ഡിൽ പടിഞ്ഞാറ് ഹിമാലയത്തിൽ വരുന്ന ഉത്തരാഖണ്ഡൻ ഹിമാലയത്തിൽ 3 ദേശീയോദ്യാനമുണ്ട്. പൂക്കളുടെ താഴ്വര, കോർബെറ്റ്, രാജാജി ദേശീയോദ്യാനം. ഈ 3ഉം ഉള്ളത് ഉത്തരാഖണ്ഡിലാണ്. ജമ്മു കാശ്മീരിലുള്ളത് ഡച്ചിഗ്രാമാണ്. ഹെമിസ് ലഡാക്കിലുണ്ട്. ഈ കിഴക്കൻ ഹിമാലയത്തിൽ വരുന്ന സമയത്ത് കാഞ്ചൻജംഗയുണ്ട്, ദിബ്രു സൈക്കോവ അസാമിലുണ്ട്, കാസിരംഗയുണ്ട്, മാനസ് ഉണ്ട്. ഇവയെല്ലാം അസമിലുള്ളതാണ്. ദിബ്രു സൈക്കോവ, കാസിരംഗ, മാനസ് ഈ 3 ദേശീയോദ്യാനങ്ങളും അസമിലുള്ളതാണ്. കേബിൾ ലഞ്ചാവോ മണിപ്പൂരിലുള്ളതാണ്. കേബിൾ ലഞ്ചാവോ ഞാൻ പറഞ്ഞിരുന്നു. ചലിക്കുന്ന ദേശീയോദ്യാനമാണ് കേബിൾ ലഞ്ചാവോ എന്ന് പറയുന്നത്. മൃഗപരിപാലനം. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗമാണ് മൃഗപരിപാലനം. പ്രദേശത്തിന്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നു. താഴ്വാരങ്ങളിൽ ആട്, പശു തുടങ്ങിയ മൃഗങ്ങൾ, ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവ, ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക് പോലുള്ള മൃഗങ്ങളും വളർത്തുന്നു. പടിഞ്ഞാറ് ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ആരെന്ന് പറയുന്നത്? ഗുജ്ജർ എന്ന് പറയുന്നത്. അപ്പൊ മറക്കരുത്, ഗുജ്ജർ. അപ്പോൾ ഇത് നമുക്ക് ഇത്രേ ഓർക്കാനുള്ളൂ. ഈ താഴ്വര ഭാഗത്ത് നമുക്ക് ആട്, മാടൊക്കെ കിട്ടും. ഈ ഇടയിൽ എന്താ കിട്ടുക? ചെമ്മരിയാട്, പിന്നെ കുതിര തുടങ്ങിയവയാണ് ഈ ഇടയിൽ കിട്ടുക. മേൽഭാഗത്ത് നല്ല തണുപ്പായിരിക്കും. അപ്പൊ അതിനെ പ്രതിരോധിക്കുന്ന യാക്ക് പോലുള്ള ജീവികളായിരിക്കും മേലുണ്ടാവുക. ഇതാണ് മൃഗപരിപാലനത്തിൽ പറയുന്നത്. പിന്നെ ഈ മൃഗപരിപാലനം നടത്തുന്ന ഇടയജന വിഭാഗത്തെ പറയുന്ന പേരാണ് ഗുജ്ജർ എന്ന് പറയുന്നത്. എന്താണ്? ഗുജ്ജർ. ഇനി കൃഷി നടത്താൻ നമുക്കൊരു എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൃഷി നടത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? തട്ടുതട്ടായിട്ടുള്ള കൃഷികളാണ് നടത്തുന്നത്. ഒന്നാമത്തേത് ഈ അസം ഭാഗങ്ങളിലൊക്കെ നോക്കണമെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? തേയിലത്തോട്ടങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഈ തട്ടുതട്ടായിട്ടുള്ള ഈ ഭാഗങ്ങളും മെയിനായിട്ട് നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചെരുവുകളും താഴ്വാരങ്ങളും പ്രത്യേകിച്ച് അസം, ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിക്കാണ് കൂടുതലായിട്ടുള്ളത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനത സ്ഥാനമാറ്റ കൃഷി, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പോലുള്ള പരമ്പരാഗത കൃഷി രീതികൾ പിന്തുടരുന്നവരാണ്. ഇതാണ് കൃഷിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ടൂറിസം നോക്കുകയാണെങ്കിൽ ടൂറിസത്തിന്റെ 3 ഫേസുകളാണ് പറയുന്നത്. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് അവിടെ കുറെ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. എക്സാമ്പിൾ മാനസ സരോവരം, അതുപോലെ അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നു. അതാണ് ഫസ്റ്റത്തെ ഫേസ്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് അവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ടൂറിസം വികസനത്തിന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമാണ്.
ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിറ്റാൽ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഇനി മൂന്നാമത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 1953 മെയ് 29 ടോൺസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും കൂടി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയപ്പോൾ അതിനുശേഷം ടൂറിസ്റ്റ് വികസനത്തിന് മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസ്റ്റ് സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചിട്ടുണ്ട്. ഇന്ന് പർവ്വതാരോഹണം, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദ സഞ്ചാര മേഖലയും ഏറെ വികസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖലയും അവിടെയുള്ള മെയിൻ കാലാവസ്ഥ, മണ്ണിനം, അതുപോലെ വന്യജീവികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇതിൽ മെയിനായിട്ട് ദേശീയോദ്യാനങ്ങൾ പഠിക്കണം. നമുക്ക് ഈ കിഴക്കൻ ഹിമാലയത്തിൽ ഓർത്തു വയ്ക്കാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പടിഞ്ഞാറ് ഹിമാലയത്തിലായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. കാഞ്ചൻജംഗ നമുക്കറിയാം സിക്കിമിലാണുള്ളത്. ദിബ്രു പറയുന്ന എല്ലാ സാധനവും മിക്കവാറും ആസാമിലാണ് ഉണ്ടാവുക. കാസിരംഗ, മാനസ് അതെല്ലാം ആസാമിലുള്ളതാണ്. കേബിൾ ലഞ്ചാവോ മണിപ്പൂരിലാണുള്ളത്. പിന്നെ ഉത്തരാഖണ്ഡിലാണ് പൂക്കളുടെ താഴ്വര, കോർബറ്റ്, രാജാജി ദേശീയോദ്യാനം. ഈ 3 ദേശീയോദ്യാനവും ഉത്തരാഖണ്ഡിലാണുള്ളതെന്ന് ഓർക്കണം. ഡച്ചിഗ്രാം ജമ്മു കാശ്മീർ, ഹെമിസ് ലഡാക്കിലാണുള്ളത്. ഇവയെല്ലാം ഓർത്തു വയ്ക്കുക. പിന്നെ വന്യജീവി സമ്പത്തും മൃഗപരിപാലനം ചെയ്തു കണ്ടു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ് ഇത് വന്നിട്ട് ഉത്തരപർവ്വത മേഖലയാണ്. ഈ ബ്ലാക്കിഷ് ആയിട്ടുള്ളതിലെല്ലാം വരുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. ഇതാണ് ഈ മഞ്ഞയായിട്ടുള്ളതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ഇവിടെ നിന്നും വരുന്ന നദികൾ എന്ത് സംഭവിക്കും? ഈ നദികളെല്ലാം കൂടിയിട്ട് ഇവിടെ അവസാദങ്ങൾ ഉണ്ടാക്കും. ഈ അവസാദങ്ങൾ ഒരു സമതലമാക്കിയിട്ട് മാറുകയാണ് ചെയ്തത്. ഇതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ഈ നദികൾ കൊണ്ടുവന്നിട്ടുള്ള അവസാദങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കാം? ഇവിടെ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ സമതലമായതുകൊണ്ട് തന്നെ ആളുകൾക്ക് ജീവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സമതലത്തെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിനെ എന്താന്ന് പറയാ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമാണ്. ഇതിനെ ഉത്തര മഹാസമതലം എന്നും പറയേണ്ട, അല്ലെങ്കിൽ വടക്കൻ സമതലങ്ങൾ എന്നും പറയും. അതാണ് ഉത്തര സമതലം അല്ലെങ്കിൽ വടക്കൻ സമതലം എന്നും ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തെ പറയും. ഈ സമതലം ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? സിന്ധു ഗംഗ ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളും ഉണ്ടാക്കിയിട്ടുള്ള അവസാദങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു സമതലമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ഈ ഉത്തര മഹാസമുദ്രത്തിന്റെ പ്രധാന വിശേഷങ്ങളാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്. ഒന്നാമത്തെ ഇന്ത്യയുടെ ധാന്യപ്പുരയാണ്. കാരണം അവിടെ ഒരുപാട് കൃഷി നടത്താൻ പറ്റിയ സമതലമായിട്ടുള്ള പ്രദേശമാണുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശവും കൂടിയാണ് ഈ പ്രദേശം. അതുപോലെ തന്നെ ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും താമസിക്കാൻ ഉദ്ദേശിക്കുക പർവ്വത ഭാഗങ്ങളിൽ പോയിട്ട് താമസിക്കാൻ ഉദ്ദേശിക്കുക ഇല്ല. നമുക്ക് 1-2 ദിവസം വെറുതെ പോയിരിക്കാം എന്നല്ലാതെ നമ്മൾ സാധാരണ താമസിക്കാൻ ഉദ്ദേശിക്കുക സമതല പ്രദേശങ്ങളാണ്. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് പണ്ട് കാലത്ത് തന്നെ ആളുകൾ എന്ത് ചെയ്തു? ഈ സമതല ഭാഗങ്ങളാണ് ഈ ഇന്ത്യ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യകാല സംസ്കാരങ്ങൾ വളർന്നു വന്ന പ്രദേശം എന്ന് പറയുന്നത് ഈ സമതല പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാനവികതയുടെ കളിത്തൊട്ടൽ എന്നറിയപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. അതുപോലെ തന്നെ ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നതും ഈ സമതലമാണ്. അതുപോലെ ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല്, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നതും ഈ പ്രദേശമാണ്. അടുത്തത് 3 നദികളും ചേർന്നിട്ടുള്ള ഈ അവസാദങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഈ അവസാദങ്ങൾ സൃഷ്ടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാവുക? ആദ്യം ഞാൻ പറഞ്ഞ വലിയ കല്ലുകളുണ്ടാവും, പിന്നെ ചെറിയ കല്ലുകളുണ്ടാവും, പിന്നെ ചെറിയ തരികളുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അതിനു മുമ്പ് നമുക്ക് നോക്കാം, ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങി ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തര പ്രവർത്തന ഫലമായി ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ഈ ഭൂരൂപീകരണത്തെ സഹായിക്കുന്ന ഈ ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ എന്നിവയെ ഭൂരൂപീകരണ സഹായികളെന്നും ഈ പ്രക്രിയയ്ക്ക് എന്താ പറയുക? ഭൂരൂപീകരണ പ്രക്രിയ എന്നും വിളിക്കുന്നു. എന്താണ് ഭൂരൂപീകരണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ? ഭൂരൂപീകരണത്തിന് പ്രേരകമാകുന്ന പ്രക്രിയകളെ ഭൂരൂപീകരണ പ്രക്രിയകൾ എന്ന് പറയുന്നു. അതുപോലെ ഈ ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നവയെ ഭൂരൂപീകരണ സഹായികൾ എന്ന് പറയുന്നു. ഈ സഹായികൾ അതൊക്കെയാണ്? ഒഴുകുന്ന വെള്ളം ഉണ്ടാകും, കാറ്റുണ്ടാകും, ഹിമാനികൾ ഉണ്ടാകും, തിരമാല, നദികൾ, ഇവയെല്ലാം ഭൂരൂപീകരണ സഹായികളാണ്.
പിന്നെ ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയകളിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്നു. എക്സാമ്പിൾ ഇപ്പോൾ കാറ്റ്, നമ്മൾ മണൽക്കൂന ഒരു ഭാഗത്തുണ്ടാകും, ഈ മണലാരണ്യത്തിലെല്ലാം ഒരു ഭാഗത്ത് മണൽക്കുണ്ടാകും, പിറ്റേ ദിവസം വേറൊരു ഭാഗത്തായിരിക്കും മണൽക്കൂനകൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ നിക്ഷേപണം എന്നാണ് വിളിക്കുന്നത്. ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് താഴ്ന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും? ഈ മണ്ണിനെയോ അല്ലെങ്കിൽ വേറെതിനെല്ലാം നിക്ഷേപിക്കുന്നതിന് നിക്ഷേപണം എന്ന് പറയുന്നത്. ഈ ഒരു ഉയർന്ന പ്രദേശത്തുള്ള ഇളകിയ ശിലാപദാർത്ഥങ്ങൾ മഴവെള്ളം മറ്റൊരു പ്രദേശത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്നു. അതുപോലെ കാറ്റുകൾ നീക്കിക്കൊണ്ടുപോകുന്നു. ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇനി അടുത്തത്, ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് അരുവികളാവുകയും പല അരുവികൾ ചേർന്ന് നദികളായി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചെടുക്കുന്ന നദികൾ വഹിച്ചുകൊണ്ടിരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ എക്കൽ സമതലങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ ഇതാണ് പറഞ്ഞത്. ഇവിടെ ഉത്ഭവസ്ഥാനത്ത് ചെറിയ ചെറിയ ചാലുകളെയും ഇതെല്ലാം കൂടിച്ചേർന്ന് അരുവികളാവും, അരുവികളെല്ലാം കൂടിച്ചേർന്ന് നദികളാവും, നദികളെല്ലാം ഇങ്ങനെ വഹിച്ചുകൊണ്ടിരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് ഇങ്ങനെ സമതലങ്ങൾ രൂപപ്പെടും. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ 3 ഘട്ടമാണ് ഉപരിഘട്ടം. ഉപരിഘട്ടം പറഞ്ഞാൽ ഈ അരുവികളെല്ലാം ഉത്ഭവിക്കുന്ന അവസ്ഥയാണ് അരുവികൾ എന്ന് പറയുന്നത്. ഈ അരുവികൾ മെല്ലെ ചേർന്ന് നദികളാകുന്നു. ഈ പോഷക നദികളെല്ലാം കൂടി മധ്യഘട്ടത്തിൽ നദികളായിട്ട് മാറുന്നു. പിന്നെ ഇവ വലുതായിട്ട് കീഴ്ഘട്ടത്തിൽ ഇതാകുന്നു. നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവ സ്ഥാനമെന്നും അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നദീമുഖം എന്നും വിളിക്കുന്നു. അപ്പോൾ ജലാശയത്തിലോ കടലിലോ പതിക്കുന്നതിന് നദീമുഖം, ഉത്ഭവസ്ഥാനത്തെ പ്രഭവസ്ഥാനം എന്നും പറയുന്നു. ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂയിഷ്ഠമായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. അപ്പോൾ 2 നദികളുണ്ട്. ഹിമാലയൻ നദികളുമുണ്ട്, ഹിമാലയത്തിൽ നിന്ന് രൂപപ്പെട്ട നദികളുമുണ്ട്, അതുപോലെ ഇന്ത്യൻ പീഠഭൂമിയിൽ നിന്ന് രൂപപ്പെട്ട നദികളുമുണ്ട്. ഹിമാലയ രൂപീകരണത്തിന്റെ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായാണ് ഈ സമതലം രൂപപ്പെട്ടത്. ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിന്റെ കനം ഏകദേശം 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. അതായത് 1 കിലോമീറ്റർ മുതൽ 2 കിലോമീറ്റർ വരെയാണ് ഇവിടെയുള്ള എക്കൽ നിക്ഷേപത്തിന്റെ കനം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു രേഖാചിത്രം വെച്ചിരിക്കുന്ന നമ്മൾ ഈ ഹിമാലയ സമയത്ത് ഹിമാദ്രി ഏറ്റവും വലുതായി, പിന്നെ ഹിമാചൽ, സിവാലിക്, ഇങ്ങനെ 3 നിരകളുണ്ടായി. ഇത് വടക്കുന്ന തെക്കിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ടിബറ്റൻ പീഠഭൂമിയുണ്ട്, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമുണ്ടായി, പിന്നെ ഉപദ്വീപീയ പീഠഭൂമി ഇവിടെ ഉണ്ടായി. നമ്മുടെ ഈ നദികൾ വന്നിട്ട് അവസാദ നിക്ഷേപങ്ങൾ ഇങ്ങനെ നടത്തി ഇവിടെ ഒരു എന്താ പറയുക സമതലമുണ്ടായി. ഇതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. അപ്പൊ ഇത് എവിടെ നിന്നൊക്കെ വ്യാപിച്ചു കിടക്കുന്നത്? സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ 3200 കിലോമീറ്ററും വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലം ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചിരിക്കുന്നു. കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലത്തിന്റെ ശരാശരി വീതി 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഈ സമതലത്തിന്റെ അതിരുകൾ എന്തൊക്കെയാണ്? അത് നമുക്കറിയാം. ഈ 3 പർവ്വതങ്ങളുടെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പൊ സിവാലിക്കിന്റെ താഴെ ആരംഭിക്കും, ഈ സമതലം ആരംഭിക്കും. തെക്ക് എന്താ സംഭവിക്കുക? തെക്ക് വന്നിട്ട് ഉപദ്വീപീയ പീഠഭൂമി, കിഴക്ക് എന്താണ്? നമുക്കറിയാം കിഴക്കൻ കുന്നുകളുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്